നമ്മുടെ നാട്ടിലത്തെ KSRTC ഉണ്ടല്ലോ, ഭയങ്കര സ്റ്റാൻഡേർഡാണ്. അതായത് നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡുകളുണ്ടല്ലോ, ഭയങ്കര സ്റ്റാൻഡേർഡാണ്. എന്തിനപേക്ഷിച്ചാലും ഞാൻ കാണിച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്, നിലത്തിരിക്കണോ. അതായത് ഇവിടെ ഇരിക്കുന്നു. നമ്മളെപ്പോലെ കുറേ പാസഞ്ചേഴ്സ് ഇവിടെ ഉണ്ട്. രാവിലെ 7:30 മണിക്ക് വന്ന ആളുകളുണ്ട്. സമയം ഇപ്പോൾ 2:23 ഒരുപാട് ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആയതുകൊണ്ട് എയർ ഇന്ത്യൻ്റെ ഒക്കെ ക്യാബിൻ ക്രൂവിൻ്റെ സ്ട്രൈക്കൊക്കെ നടക്കുന്നതുകൊണ്ടൊക്കെ ഇവിടെ ഫ്ലൈറ്റുകൾ ഒരുപാട് ഡിലേയാണ്. ഓൽക്കോലെ സ്ട്രൈക്കിന് ന്യായമായ കാരണം ഉണ്ടാവും. പക്ഷേ ഇവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ബസ് സ്റ്റാൻഡ് ഉണ്ടാവില്ലേ, ഇതിലേറെ സെറ്റപ്പ് ആകാരം. ഇപ്പോഴുണ്ടോ ആളുകൾ നിൽക്കുന്നുണ്ടോ. ഒരു ഫ്ലൈറ്റ് കയറാൻ വേണ്ടി 10-20,000 എടുത്തിൻ്റെ ഫ്ലൈറ്റാണ് കയറാൻ വേണ്ടി നിൽക്കുന്നത്. എന്തൊരു സംഭവമാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് നമ്മളൊക്കെയാണ്. ഇതൊന്നിപ്പോൾ കുറേ ആളുകൾ പൈസ ഉണ്ടായിട്ട് നല്ല ട്രാവൽ ചെയ്യുന്നത്. കുറേ ആളുകൾ ജോലി ആവശ്യാർത്ഥമൊക്കെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ കുറ്റങ്ങളിലുണ്ട് ബഹുഭൂരിഭാഗം. ഇപ്പോൾ നമ്മളത് കശ്മീർ ശ്രീനഗർ എയർപോർട്ടിലാണ്. ഇൻഡിഗോ ഫ്ലൈറ്റിന് വേണ്ടിയിട്ടാണ് ഈ വെയിറ്റ് ചെയ്യുന്നത്. ഇൻഡിഗോ വിസ്താര നമ്മൾ കുറേ ആളുകൾ, നമ്മൾ 35 ആളുകളുണ്ട്. എല്ലാവരും ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കുറേ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ആരോട് പറയാം, എന്ത് ചെയ്യാൻ.